ഹലോ ഗൈസ്, നമ്മള് നന്ദിൽസിന്റെ ഒരു കിട്ടില്ല വ്ളോഗായിട്ടാണ് നിന്നേക്കണം. അപ്പോൾ നന്ദിൽസ് പോയാൽ എന്തൊക്കെ ചെയ്യണം, പിന്നെ ഞങ്ങളൊരു ചെറിയൊരു എക്സ്പീരിയൻസും, പിന്നെ ഓപ്പണിംഗ് ടൈം എപ്പോഴാണ്, പോകാൻ പറ്റിയ ടൈം എപ്പോഴാണ്, അതൊക്കെ കൂടിയിട്ടൊരു കിട്ടില്ല വീഡിയോ ആണ്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോക്ക് പോവാം. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തണവാകും കേട്ടോ. അപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടി ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. പറയുമ്പോ തന്നെ ഞാൻ തണുത്ത് ഇറക്കിയ ഗ്യാപ്പ് കിട്ടിയപ്പോ നമ്മളും സൈഡിൽ കയറി. ഇവിടെ മച്ചാൻ ഹേമന്ത് മച്ചാണ്ട്. ഞങ്ങള് രണ്ടുപേരാട്ടാ ബൈക്കിലാണ്, ബാക്കി എല്ലാരും കാറിലാണ്. അല്ലേ, അവർക്ക് വഴി തെറ്റിയില്ലേ? ആൾക്കാര് വിൽക്കാൻ വേണ്ടി ഓരോ കരിക്ക്, ചോളം, ഇതൊന്നും നമ്മുടെ നാട്ടിലെ ബബ്ലൂസ് നാരങ്ങ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കഴിക്കാൻ തോന്നില്ല, അത്രയ്ക്കും മരവിച്ച അവസ്ഥ. നായ്ക്കളൊക്കെ ഓടി കളിക്കുന്നുണ്ട് കേട്ടാ. ചൂടുകൊണ്ട് മാറുമ്പോഴേക്കും ഫില്ലാവട്ടാ. അപ്പോഴേക്കും അത്രയ്ക്ക് ആൾക്കാരിങ്ങനെ വരുന്നവരെ ഇനി ചൂടുള്ള നല്ലവരാ. ഓരോരുത്തർ ട്രിപ്പ് കഴിയുമ്പോ ഓരോരുത്തര് അങ്ങനെ. അതായത് നമുക്ക് തുറക്കാനുള്ള ടൈമിങ് ഏകദേശം നമുക്ക് അറിയില്ല. എത്ര മണിക്ക് തുറക്കാൻ നമുക്ക് നോക്കാം. നൈസായി മൂത്രയ്ക്ക് ഉണ്ടാകട്ടത്. ഫുഡൊക്കെ കിട്ടാറില്ലേ മച്ചാനെ? തൊട്ടടുത്ത പ്ലേറ്റ് ഇരിക്കണം, അപ്പൊ കിട്ടാറുണ്ട്. വെച്ചിട്ട് തരാം. ഒരു 2:25 ആയപ്പോ വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കീക്കി അടിച്ചു തുടങ്ങി. എല്ലാരും ലൈറ്റൊക്കെ ഓണാക്കിട്ടാ. സൈലന്റൊക്കെ എണീറ്റ് പോലെ മറ്റേ ഗേറ്റ് തുറക്കട്ടെ മച്ചാ. ഇതൊരു തുറന്നിട്ടില്ല കേട്ടാ, അവിടെ ഞാൻ തുറക്കുക. പോലീസ് ഉണ്ട്. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ സീനാവും. കഴിഞ്ഞ വട്ടം വന്നപ്പോ ഹെൽമെറ്റ് വെക്കാത്തല്ല സൈഡാക്കിയിരുന്നു. അപ്പൊ വരുമ്പോ എല്ലാരും ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് വരാ. ഇതൊന്നും എല്ലാ കൂട്ടത്തിലും എല്ലാവർക്കും ഹെൽമെറ്റ് ഉണ്ടെന്ന് തന്നെ തോന്നുന്നു. പിന്നെ തണവാണ്, ഓട്ടോമാറ്റിക്കലി എല്ലാരും വെക്കും. നമ്മുടെ മച്ചാമാരി ക്യൂവിന്റെ ഏറ്റവും ലാസ്റ്റ് നടക്കെ കേട്ടെ. നമ്മളെന്തായാലും ഇവിടെ ഫസ്റ്റ് കയറിക്കുന്നുണ്ട്. ഗേറ്റ് തുറന്നാ ഫസ്റ്റ് നമ്മള് ഫസ്റ്റ്. പിന്നെ ഒരു കേസ്, ഇവിടെ ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ഉണ്ട്, AP ഉണ്ട്, കർണാടക ഉണ്ട്, തമിഴ്നാട് അപ്പുറത്തുണ്ട്. TS ഏതാന്ന് മനസ്സിലാവില്ല. TS ഏതാന്ന് അറിയണോ? കമന്റ് ചെയ്യട്ടാ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും സ്റ്റാർട്ട് ആയിട്ട് ആൾക്കാര് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി. ഗേറ്റ് തുറക്കുന്ന സമയം 5:30 കേട്ടാ. ബൈക്കുള്ള മാത്രമായിട്ട് കടത്തിട്ടുള്ളോ? നമ്മള് പറപ്പിക്കാണ്. ഇവിടെ ടിക്കറ്റിന്റെ സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കണം. ചാർജ് നമുക്ക് നോക്കിയപ്പോഴേ നല്ല കീട്ടിലെ കോടയായിട്ടായി കാണണേ. സെറ്റാണ്. അയ്യോ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല തണവുണ്ട്, നല്ല തണവ്, കീട്ടിലെ തണവാ. ഇവിടേക്ക് എത്തിയപ്പോ കീട്ടിലെ സാധനം. അയ്യോ അടിപൊളി, നാട്ടിൽ സെറ്റ് സാധനങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട്. എന്നാലും ബാംഗ്ലൂരില് ഇവിടെ വന്നപ്പോ കണ്ട കാഴ്ചയാട്ടത്. സെറ്റ്. അങ്ങനെ ചൊരൊക്കെ കേറിയിട്ട് എത്തി. നമ്മുടെ എൻട്രൻസ് ആണ്. നമ്മൾ എത്തിട്ടാ. ഓ, നല്ല തണവുണ്ട്. ബൈക്ക് വർക്ക് ചെയ്യാനാ മുത്തിക്ക് കൊണ്ടുവന്ന പറയണ. അപ്പോ ഹേമന്ത് ബ്രോ വണ്ടി കൊണ്ടുപോണ്ട്. ആ കളർഫുള്ള് ജാക്കറ്റ് നമ്മുടെ ചെക്കനാട്ടാ. മറ്റുള്ളവർ ഇതുവരെ കാറിൽ കയറിയിട്ടില്ല. അവന്മാര് വരാൻ ടൈം എടുക്കും. ടിക്കറ്റ് എടുക്കണ ഏരിയ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ പോകാൻ. പക്ഷെ നമ്മളുടെ ക്യാഷ് ഇല്ല. ഗൂഗിൾ പേയിലുണ്ട്. ഗൂഗിൾ പേ ഹൈറേജ് എല്ലാം വർക്കിംഗ് അല്ല. അതുകൊണ്ട് ടിക്കറ്റ് കൊടുക്കണം.
ടിക്കറ്റ് ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് വേറെ വഴിയൊന്നുമില്ല, അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യാണ്. ഓ ചുട്ട വയ്യാട്ടാ. നല്ല കാറുകൾ കടത്തിട്ട് തുടങ്ങി നമ്മുടെ ടീം. 5 മിനിറ്റ് കഴിഞ്ഞാൽ എത്തുന്ന പ്രതീക്ഷിക്കാം. ഹേമന്തുറോ ഓ ചില്ലല്ലേ. നല്ല കിഡിലും കോടയാട്ടാ. കിട്ടിയോളണം ഇതുവരെ കിട്ടിയിട്ടില്ല. വണ്ടി പാർക്ക് ചെയ്യാൻ പോയതാണ്. ടിക്കറ്റ് ലിക്വിഡ് അല്ലേലാണ് വരുമായിരിക്കും. ഇവിടെ മച്ചാന്റെ അവിടെ കാറിന് ചാരിക്കുന്നുണ്ട്. ടിക്കറ്റ് കിട്ടി. കാറിന്റെയും ബൈക്കിന്റെയും ഞങ്ങളുടെ ടിക്കറ്റ് കീറി തന്നിട്ടുണ്ട്. കോടാറിനാട്ടാ ഫുള്ള്. ഏതാ വൈബ്? ഊട്ടി വൈബില്ലേ? കൊടൈക്കനാല് വൈബ്. ഓക്കെ ഉള്ളിക്ക് കേറാട്ടാ. സെറ്റ് കിട്ടില്ലെന്നാണ്. പ്ലാസ്റ്റിക് കുപ്പികളൊന്നും അവിടെല്ലാട്ടാ. കൊണ്ടുവന്ന ഉടൻ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. മാക്സിമം കൊണ്ടുവന്നിരിക്കുക നല്ലത്. ഇപ്പൊ ഞാൻ നമ്മുടെ ബാഗില് വല്ല കുപ്പി ഉണ്ടോന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കട്ടാ. ക്യാമറ ബാഗാണ്. പറയല്ല, അടിപൊളി അടിപൊളി. ആരൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോണം. സോ ഒറ്റയ്ക്ക് വന്നേക്കാണ്. പോവാ. ഒന്നും പറയല്ലേ, സെറ്റ് കോട നല്ലതാണ്. കോണോടിക്ക് ചായ കുടിക്കാനുള്ള സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. കൊടുക്കാൻ റെസ്റ്റോറൻറ്റ് നല്ല കിട്ടിലും പ്ലേസസ് ഉണ്ട് കേട്ടോ. ചെറുതായി കത്തിക്കുന്നുണ്ട്. എന്നൊന്നും അറിയില്ല. തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഫുൾ കോട കേട്ടാ, ഫുള്ള് കോട. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എന്താന്ന് പോലും പ്രോപ്പറായി കാണുന്നില്ല. അത്രക്ക് കുറെ പേരൊക്കെ അന്നെ മേലെ കേറിക്കാൻ പോകുന്നുണ്ട്. കുറെ പേര് ആ റൂട്ട് പോകുന്നുണ്ട്. ഈ റൂട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറെ പേര് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇതിനെയാണ് എന്തെങ്കിലും ചരിത്രപരമായി എന്തെങ്കിലും ഉണ്ടായിരുന്നു. വാക്കുകള് വരുന്നില്ല കേച്ചിട്ട്. ഇത് ഫുള്ള് കേരളാട്ടാ. അധികമൊന്നുമില്ല. അറ്റത്ത് കാണാണ്ട് ചെറിയ സ്റ്റെപ്പ് പോലെ കേട്ടോ. നല്ല കിഡിലായി കുത്തിച്ചിട്ടുണ്ട്. ചെറിയ അമ്പലം സിസ്റ്റേട്ടാ. ഇവിടെയുണ്ട്. കറക്റ്റ് ഒരാൾക്ക് പോവാൻ പറ്റിയ ഭാഗത്തിൽ കുത്തിച്ചിട്ടുണ്ട്. തറയുണ്ട് ഗൈസ്. അപ്പോൾ ഇതിന് മേലും ചായ സിസ്റ്റം കേട്ടോ. ചായ കുടിക്കാൻ തോന്നുന്നവർക്ക് ഇവിടെ കയറി ചായ കുടിക്കാം. പക്ഷെ നമ്മളതല്ല പോവാണ്. കിട്ടില്ലാൻ കോട കേട്ടോ, കിട്ടില്ലാൻ കോട. അയ്യോ, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണേ എൻ്റെ ജീവിതത്തിൽ. ഫസ്റ്റ് ഒന്നും കാണാല്ല അവിടെ, ഒന്നും കാണാല്ല. അറ്റത്തേക്ക് ഒന്നും എന്താ സംഭവം പോലും അറിയില്ല. അടിപൊളി. എത്തിട്ടാ നമ്മുടെ ലൊക്കേഷനിലെത്തി. സൂര്യനെ പോയിട്ട് ഒരു മനുഷ്യര് പോലും പ്രോപ്പറായി കാണുന്നില്ല. ഇങ്ങനെയാണാണ്ട്. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് നമ്മുടെ ബ്രിഡ്ജിൽ നിറച്ച ആൾക്കാരാണ്. ഒരു ബോട്ടി. സൂര്യൻ ഏകദേശം ആ ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഒരു ഒന്നുമില്ല, ഒന്നും കാണാനില്ല, ഒന്നും തന്നെ ഇല്ല. ആൾക്കാരൊക്കെ നിറച്ചിട്ടുണ്ട്. എന്നാലും പാൽ തന്നെ വല്ല ജസ്റ്റ് കയറി വെക്കാം. സ്ലിപ്പ് ആവുന്നുണ്ട് എൻ്റെ ഷൂ. ഓക്കെ, നിറച്ച ആൾക്കാർ കേട്ടോ. മലയാളീസ് ഉണ്ട്, എല്ലാരും ഉണ്ട്. രാവിലെ തന്നെ എണീച്ച് വന്ന് സൂര്യനെ കാണാനില്ല. പക്ഷെ കോട വൈബാ.
എന്റെ ഒപ്പമുള്ളവരൊക്കെ പിന്നിലുണ്ട് കേട്ടോ. അവര് വരുമ്പോ നോടിയും വരണം. ഇവിടെ വേറെ ഡാം കൂടി ഉണ്ടല്ലോ. കോട കാണാവുന്നതാവും. നല്ല കാറ്റുണ്ട്. ഫുള്ള് കോട. വാ ചെറിയൊരു ഓറഞ്ച് കളർ കയറി വന്നിട്ടാ. സൂര്യനെ കണ്ടെന്നുള്ള രീതിയിലൊന്നും ഓടണ്ട, കാണുന്നില്ല. ബട്ട് അടിപൊളിയാണ്. ബാംഗ്ലൂരിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒരു വട്ടെങ്കിലും വന്ന് കണ്ട എക്സ്പീരിയൻസ് ഉണ്ടാവട്ടത്. അത്രയ്ക്ക് വൈബാണ്. സീസൺ ടൈമിൽ വരണം. സീസൺ ടൈമിൽ വന്നാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. സൂര്യൻ വരുമ്പോ ചെറിയൊരു ഓറഞ്ച് കളറാകും. അത് കഴിഞ്ഞത് പോവും. പക്ഷെ ആൾക്കാര് ആ ഓറഞ്ച് കളർ വരുമ്പോ നല്ല ഓടിയിട്ടില്ല. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അധികം ആൾക്കാർക്ക് അറിയാന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ അത് ഇപ്പൊ തോന്നുന്നുണ്ടോന്ന് ചോദിച്ചാ ഓപ്പണല്ല. ഓപ്പണാണ്. പക്ഷെ ഇപ്പൊ പോയാ ഒന്നും കാണില്ല. കുറച്ച് ക്ലിയർ ആയിട്ട് പോവാം. ബാക്കിലാണ് ആട്ടമ്പലം. നമ്മുടെ ടീം ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, കണ്ടുപിടിക്കണം ഫസ്റ്റ്. സെറ്റിയാ ടീമിന് കിട്ടിട്ടാ. ഹായ് കൊടുക്കോ. ഭഗവാൻ ചായ ഫോട്ടോഗ്രാഫി. ബൈ. അതിലും മാത്രല്ലാണ്ട് പഞ്ചസാര ഇടിപ്പിക്കാൻ പോയി കേട്ടാ. ഹിന്ദിക്കാരൻ ചാറിനോട് അല്ല പിന്നെ ഗുണ്ടാണ്. ഷർട്ടൊക്കെ എടുത്ത് അതൊന്ന് തൊട്ടപ്പത്ത് പഞ്ചസാര മാത്രം എടുത്തു. ഏയ് അപ്പുറത്തെ വീട്ടിൽ നല്ല കരിഞ്ഞ ദോശ വാങ്ങിയിട്ടല്ലോ. വേടാ ശ്വാസം വിട്ട. അയ്യോ പഞ്ചസാര ഇട്ട് കൊണ്ടിറങ്ങിയ ഫുഡിന്റെ പരിപാടിയും ക്യാൻറ്റീനൊക്കെ കൂടിയായിട്ടാ വരണ. വേട്ടാ എങ്ങനെയാന്ന് ചായ മധുരം ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കട്ടെ ഒന്ന് തിരിക്കില്ല. ഇതൊക്കെ വീഡിയോയില് വരും. തിരിക്കണം പ്ലീസ്. നമ്മളുണ്ടായിരുന്നില്ല അടക്കം തുണക്കി വരാൻ. എന്റെ ഒപ്പം ബൈക്കുമ്പോ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പറിച്ചിട്ടില്ല വന്ന്. ഇവരൊക്കെ കാറിൽ അടിച്ചു വിളിച്ചു വന്നു. ഞാനും ഹേമന്തേട്ടനും മാത്രം ബൈക്കില് വിറച്ചിട്ട് കിടന്നുറങ്ങിയിട്ട്. ഇപ്രാവശ്യം നിങ്ങള് ബൈക്ക് ഓടിക്കും, ഞാൻ കാറിൽ കിടന്നുറങ്ങിയിട്ട്. ശരിയല്ല, കൺഫേം അല്ലേ? പക്ഷെ ഇതെന്തായാലും വീഡിയോയിൽ വരും കേട്ടാ. ഇത് തിരിക്കുക ചൊട്ടൊന്നായിട്ടില്ല. മുടിയൊക്കെ ഒരുമാതിരി കഴുകിയെടുത്ത പോലെ കണ്ണുണ്ണ. എന്റെ മുടി എന്താ കൊഴിയാത്ത അടന്റെ ഗ്ലാസോ അറിയില്ല. നമ്മച്ചൻ ഫോട്ടോടുക്കാൻ നിന്നപ്പോ അലക്കുറങ്ങ്. മഞ്ഞൊരു രക്ഷയില്ല, പോണൊരു ലക്ഷണമില്ല. കേട്ടോ മഴയല്ല, മഞ്ഞ് പെയ്തിട്ടാണ്. മഞ്ഞ് എന്റെ പൊന്നു. അച്ഛനെ നോക്കിപ്പോട്ടോ.
അയ്യോ കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. തമ്മൂട്ട് പൊള്ളി വൈബ്. ഏത് വൈബ്? അംബാനി വൈബ്. എങ്ങനാ? അംബാനി വൈബ് ആണോ? പൊള്ളിമോട്ട് പൊള്ളിമോട്ട് പൊള്ളിമോട്ട്. എന്താ വൈബ് ശോഭേ? എന്താ വൈബ്? അംബാനി വൈബ്. വൈബ് വല്ല പൊള്ളി സാധനം. എവിടെ മക്കളെ? സൂര്യൻ കാണാല. മക്കളെ വാടാ വാടാ വീഡിയോ. പാട്ടിക്ക് ജസ്റ്റ് ഇറങ്ങിയേക്കാണ്. സംഭവം ഇരിക്കാനൊക്കെ നല്ല സീറ്റിംഗ് ഉണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. സൂര്യന്റെ ഒരു പൊടി പോലും ഇല്ല. നല്ല കാറ്റാട്ടോ, നല്ല കാറ്റ്. ഒരു വക കാണാല്ലേ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്തായാലും മറ്റേ പോയേക്കല്ലേ. അയ്യോ ഒന്നും കാണാല്ല. എനിക്ക് ചേമ്പിന്റെ ഇലൊക്കെ നിക്കണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒക്കെ സിസ്റ്റം ഒന്നും കാണാല്ല. പക്ഷെ ഞാൻ മുന്നേ വന്നപ്പോ നല്ല ക്ലിയർ ആവട്ടെ, ഒരു പൊടി പോലും മേഘ ഉണ്ടാവുന്നില്ല, അങ്ങനെ കോട ഉണ്ടാവുന്നില്ല. നല്ല റിട്ടേൺ പോവാ. നമ്മുടെ ടീംമേറ്റ്സിനൊക്കെ നല്ല മടി. എന്തായാലും റിട്ടേൺ പോവാ. അവര് അവിടെ വെയിറ്റിംഗ് ആണ്. എൻട്രി ഇല്ലാത്ത ഭാഗട്ടോ അത്. അവിടെ എൻട്രി ഉള്ളോ? ഈ ഗേറ്റിന്റെ പുറത്തേക്ക് എൻട്രി ഇല്ല. തൊരപ്പാ പോവാ, എൻട്രി ഇല്ല. സമയം 8 മണിയായി, എന്നിട്ടും ക്ലൈമറ്റ് ഒരു ചേഞ്ച് ഇല്ല കേട്ടാ. ക്ലൈമറ്റ് ഇങ്ങനെ പൂന്തോറും കോട കൂടിക്കൊണ്ടിരിക്കുക. ഫോട്ടോ എടുത്ത പിന്നെ എന്നെ മതിയായി. മതിയായിട്ടില്ല, പുള്ളിക്കാരൻ വീണ്ടും നിൽക്കുന്നുണ്ട്. അവനേട്ടാ ഇടലം ഫോട്ടോ കാണിച്ച സെറ്റ്. ഇല്ല മഞ്ഞാണ്. ഈ കൊരങ്ങന്മാരൊക്കെ അവിടെ കാണണ്ടോന്ന് അറിയില്ല. ഇങ്ങനെ ചൂട് പറ്റി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാട്ടാ. ഉറങ്ങാണോ ഇരിക്കാണോ? എന്റെ ഫോറസ്റ്റിന്റെ ഉള്ളിക്ക്, ഫോറസ്റ്റ് ആണോ എന്താണോ അവന്റെ ഉള്ളിൽ കയറിയുണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. സെറ്റാണ്. ബിൽഡിങ് ചെടികളൊക്കെ ഷേപ്പില് കിട്ടിയിട്ടുണ്ട്. ലവ് ഷേപ്പ്. ഇവിടെ ഗാർഡനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കിളികളുടെ ഷേപ്പിലും അടിപൊളി. മൊയലാകുന്നു. എന്തെങ്കിലും പറയണ്ട? പൊള്ളി, ഒന്നും പറയാനല്ല. നന്ദി ഹിൽസ് പൊള്ളി മൂട്. നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റും നൈസായിട്ട്. ഞാൻ പറഞ്ഞ ബിൽഡിങ് നല്ല കൊരങ്ങന്മാരെ കൊണ്ടുവരും നൈസായിട്ട്. ആൾക്കാർ വന്നപ്പോ കൊരങ്ങന്മാരൊക്കെ ഇറങ്ങി തുടങ്ങിട്ടാ കളത്തില്. നമുക്ക് വേഗം പോണം, അതുകൊണ്ട് പറ. അമ്പലം നമ്മളെ അടുത്ത വീഡിയോ ഒന്ന് കട്ടിയില്ല കേട്ടോ, ഞാൻ കട്ടിയില്ല. പറയണവരെ അമ്പലം നമ്മളെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഓക്കെ. ഇപ്പൊ ഇപ്രാവശ്യം ടൈമില്ല, പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. ഇത്ര നേരമായിട്ട് നല്ല കണ്ട മഞ്ഞ് മാത്രല്ലോ അല്ലേ കേട്ടാ. നീ 2 വാക്ക് പറയോ? എന്റെ വാക്കുകളിൽ ഒന്നുമില്ല, ഞാൻ ഫുള്ള് റോബോട്ടാണ്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പറ. നമ്മള് അടുത്ത പ്രാവശ്യം വീണ്ടും വരും. അപ്പൊ ഈ മഞ്ഞൊന്നും ഉണ്ടാവില്ല, പക്കയായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ. ഓക്കെ, അഷ്ടേ
നമ്മള് വന്ന വഴിഞ്ഞിട്ട് റിട്ടേൺ ഇറങ്ങി പോണേ. എക്സിറ്റ് ആയിക്കൂടെ? അടിപൊളിയാട്ടാ. എന്താ വൈബ്. അമ്പലം ഞാൻ പറയില്ലേ നേരത്തെ, അമ്പലത്തിൽ എന്താ പൂജയൊക്കെ നടക്കുന്നുണ്ട്. ആണായിട്ട് റിട്ടേൺ പോണ വഴി ഒരു കിടിലൻ പൂവാ തോന്നുന്നു. വെറൈറ്റി ആയിട്ടുണ്ട് ചേട്ടാ വിരിഞ്ഞിട്ടുള്ളത്. നൈസായിട്ടില്ലേ കാണാൻ? എൻ്റെ പേര് നമുക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇതൊക്കെ റെഡ് ഇല്ലേ, അത് ടിപ്പുവിന്റെ കോട്ടയാട്ടാ. അതിന്റെ ഉള്ളിലേക്ക് ശരിക്കും പോകാൻ പറ്റും. നമുക്കിപ്പോ ടൈമില്ലാത്ത കാരണം ഞങ്ങള് പോണില്ല. പക്ഷെ ഞങ്ങള് പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, പറ്റുകയാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങാട്ടോ. നല്ല കോർഡിനേറ്റ് എപ്പോഴും, ഒരു വ്യത്യാസമില്ല. കുറങ്ങാൻ പോണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ട്. വെളിച്ചൊക്കെ വന്നപ്പോ പാർക്കിങ്ങും ഫുള്ള് ആൾക്കാരട്ടോ. അവിടെയൊക്കെ നിറച്ച് പാർക്കിങ്ങാ. അത്രത്തോളം ആൾക്കാർ ഇപ്പൊ നന്ദി ഹിൽസിലുണ്ടെന്ന് അറിയോ. പൊളി പൊളി. പോട്ടെ നമ്മള് പാർക്ക് ചെയ്ത നമ്മളുടെ വണ്ടി എവിടെയാന്ന് കണ്ടുപിടിക്കണം. കാരണം ഞാൻ പാർക്കിംഗ് ഉണ്ടാവുന്നില്ല. അവിടെ പോയിട്ട് സംഭവങ്ങളൊക്കെ നോക്കണം. ഗൈസ്, ഇപ്പൊ നമ്മുടെ നന്ദി ഹിൽസിന്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഞാൻ കമന്റ് ചെയ്തോട്ടോ, ഒന്നും നോക്കണ്ട. പിന്നെ ഇപ്പോൾ നന്ദി ഹിൽസ് ഇത്ര കാണിക്കാനുള്ളൂ. ഇന്ന് നമ്മൾ കാറിൽ പോണതും കാര്യങ്ങളൊക്കെ ആയിട്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നമ്മുടെ ടീമിനെ നമുക്ക് മിസ്സായിട്ടാ, കണ്ടുപിടിക്കണം.